സംസ്ഥാനത്തുടനീളം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മൃഗീയ ഭൂരിപക്ഷം നേടിയിരുന്നു. പത്തനംതിട്ട ജില്ലയിലും UDFന് മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്ന ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ആരായിരിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. പത്തനംതിട്ട നഗരസഭ ഇത്തവണ UDF കഴിഞ്ഞ തവണ ഏറ്റവും വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. എന്നാൽ ഇത്തവണ CPM നിന്ന് വലിയ തരത്തിലുള്ള മാർജിനിൽ UDFന് അധികാരം പിടിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ നഗരസഭ അധ്യക്ഷ ആരാകും എന്നുള്ള ചർച്ചകളൊക്കെ UDFിൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 3 പേരുകൾ, ഒന്ന് അംബിക വേണു, ഗീതാ സുരേഷ്, അതുപോലെ തന്നെ സിന്ധു അനിൽ, ഈ പറയുന്ന 3 ആളുകളുടെ പേരുകളാണ് പത്തനംതിട്ട നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട് കേൾക്കുന്നത്. ഇപ്പോൾ ഈ 3 പേരും 24-നൊപ്പം ചേരുകയാണ്. നിങ്ങളിൽ ആരാകും അധ്യക്ഷ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാര് നിങ്ങൾ 3 പേര് ആരെങ്കിലും ആകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്? അംബികേച്ചി, ചർച്ചകൾ പുരോഗമിക്കുന്നത് ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് അവസരം കിട്ടുമെന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ടൈമെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 10 വർഷമായിട്ട് ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇത്തവണ ഒരു വലിയ മാർജിനിലേക്കുള്ള വിജയമാണ് മൊത്തത്തിൽ ജില്ലയിലുടനീളം. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രവർത്തനങ്ങൾ? ഇനി മുമ്പോട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷകൾ? ഇത്തവണ നഗരസഭയിലെ ജില്ലയിലെ നഗരസഭകളിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജനപ്രതിനിധിയായിട്ടുള്ളത്. ആദ്യം 11 വർഷക്കാലം പത്തനംതിട്ട നഗരസഭ കുടുംബശ്രീയുടെ CDSന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. 2013-14 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച CDS ചെയർപേഴ്സണുള്ള അവാർഡ് കരസ്ഥമാക്കിയ ആളാണ്. അതിനുശേഷം ജനപ്രതിനിധിയായി തുടർച്ചയായിട്ട് ഒരേ വാർഡിൽ തന്നെയാണ് ഈ 3 തവണയും മത്സരിച്ചിട്ടുള്ളത്. ജനറൽ വാർഡായാലും വനിതാ വാർഡായാലും ഒരു വാർഡിൽ തന്നെ മത്സരിച്ച് നഗരസഭയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എൻ്റെ സീനിയോറിറ്റിയും ഈ ഭൂരിപക്ഷവും എൻ്റെ പ്രവർത്തനവും ഒക്കെ നേതൃത്വം പരിഗണിക്കുമെന്നുള്ള കുറച്ച് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകും. അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ മുമ്പിൽ തന്നെയാണ്. അതെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഗീതേച്ചി ഒരു തവണ നഗരസഭ അധ്യക്ഷയായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തവണ വീണ്ടും ഒരു നറുക്ക് വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷകളൊന്നും എനിക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ എൻ്റെ വാർഡിലെ ജനങ്ങൾ ഒന്നടങ്കം ഏതാണ്ട് 80ഓളം പേര് കൂടി ഞാൻ മത്സരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാർഡ് കൈവിട്ട് പോകും എന്ന് പറഞ്ഞതനുസരിച്ച് ഏറ്റവും അവസാനത്തെ ദിവസം 23-ാം തീയതിയാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക തന്നെ കൊടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നത് എന്തായാലും അത് ഉൾക്കൊള്ളുവാൻ ഞാൻ തയ്യാറാണ്. ഇതിപ്പോൾ ഞങ്ങളിന്നിപ്പോൾ ഇതിനങ്ങനെ പരിപാടിയുണ്ട്, 3 പേര് ഒരുമിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യ, പനിയാണെന്ന് പറഞ്ഞിരുന്നു. പനിയുടെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും പ്ലസന്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ശരി, ഗുളികയൊക്കെ കഴിച്ചിങ്ങനെ വന്നതാണ്. അപ്പോൾ സിന്ധു ചേച്ചി, അപ്പോൾ എത്ര വർഷമായിട്ട് ജനപ്രതിനിധിയാണ്? 12 വർഷമായി. അപ്പം ഏത് വാർഡിനാണ് പ്രതിനിധീകരിക്കുന്നത്? ഇപ്പം ഞാൻ 27-ാം വാർഡ്. 2 തവണ എന്നത് പഴയ 8-ാം വാർഡ് തൈക്കാവിനെയാണ്, ഇടയ്ക്ക് ടൗൺ വാർഡ്. നിലവിൽ ഇപ്പം ഞാൻ ടൗൺ വാർഡിൽ നിന്നാണ് ഈ 4ാമത്തെ മത്സരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള പാരമ്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് കുറെ കാലമായി ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ, പ്രതീക്ഷയുണ്ടോ? അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. അധ്യക്ഷ സ്ഥാനത്ത് ആര് വരണമെന്ന് പാർട്ടിയുടെ തീരുമാനമാണ്. ഇതിനപ്പുറം പാർട്ടി എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ പാർട്ടി പറയുന്ന അനുസരിക്കുന്ന അച്ചടക്കമുള്ള ഒരു പ്രവർത്തകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുമ്പുള്ള പ്രവർത്തനങ്ങളെ കാണുന്നത്? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പരിപാടി ഇനിയിപ്പോൾ മാസങ്ങൾക്കപ്പുറം വരാനിരിക്കുകയാണ്. പാർട്ടി അത് തീരുമാനിക്കട്ടെ, അതനുസരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതെല്ലാം നല്ലത്. അപ്പോൾ 3 പേരും നല്ല അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് പരസ്പരം എനിക്ക് ഈ സ്ഥാനം വേണം, അത് വേണം, ഇത് വേണം എന്നൊന്നും ആവശ്യപ്പെടാത്തത്. പാർട്ടി പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകും. അതല്ലാതെ ഒരു തരത്തിലുമുള്ള ഒരു അനാവശ്യ വാശിയൊന്നും കാണിക്കില്ല എന്നെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മൾ ശരിയല്ലേ? അല്ലേ? നേതൃത്വം എന്ത് പറയുന്നു അതനുസരിച്ച്. അപ്പോൾ അത് തന്നെയാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ആ കാര്യം ശരിയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതിന് അവർ എന്താ അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നില്ല. അത് ശരിയെന്ന് പൂർണ്ണമായിട്ട് ശരിവെക്കുകയാണ്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും ആകുമോ, അതേ ഇവരിലല്ലാതെ മറ്റാരെങ്കിലും ആകുമോ എന്നുള്ളതൊക്കെ ആകാംക്ഷ നിറയുന്ന കാര്യങ്ങളാണ്. കൂടുതൽ സാധ്യത ഈ 3 പേരിൽ ഒരാൾ പത്തനംതിട്ട ജില്ലയുടെ നഗരസഭ അധ്യക്ഷയാകാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. ഇവരിൽ ആരെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. അങ്ങനെ ആ പ്രഖ്യാപനമൊക്കെ വരും ദിവസങ്ങളിൽ ഒട്ടും വൈകാതെ തന്നെ UDF നേതൃത്വം പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24.